ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഓർഫനേജ് ഉണ്ട്. അവിടെയുള്ള എല്ലാവരും നോക്കി സ്വന്തം കുടുംബത്തിന് പോലെയാണ് നോക്കുന്നത്. ആ സമയത്ത് നോക്കി ഒരു ദിവസം കാറി പോകുമ്പോൾ അവിടെ ഒരാളാണെങ്കിൽ ചോറിന് പോലും താഴ്ന്നാണ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഹീറോ ആണെങ്കിൽ അദ്ദേഹത്തിന് വിളിക്കാൻ പോയപ്പോൾ അദ്ദേഹം വഴിയെടുത്തെല്ലാം വന്നപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈസി ആയിട്ട് ഒരു ചോക്ലേറ്റ് കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഓർഫനേജിൽ കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടിയിട്ട് നീറ്റാക്കുകയാണ്. അതിനുശേഷം ഭക്ഷണത്തിലാണെങ്കിൽ ഉറങ്ങാൻ വേണ്ടി മരുന്ന് കൊടുത്തപ്പോൾ അദ്ദേഹം നന്നായി ഉറങ്ങുമ്പോൾ അദ്ദേഹം വിട്ടകത്ത് കയ്യിലിരുന്ന് ചാക്കെടുത്ത് നോക്കുകയാണ്. അതിനുള്ളിൽ ഒരു മുരുകന്റെ ഫോട്ടോയും ഒരു ഡയറിയും ഉണ്ടാകും. അതെടുത്ത് ഹീറോ വായിക്കുമ്പോഴാണ് ഹീറോയ്ക്ക് ഷോക്ക് ആവുന്നത്. ഇദ്ദേഹം ആണെങ്കിൽ നോക്കിയാൽ മുരുകപ്പൻ പറയുന്ന ഒരു വലിയ കമ്പനിയുടെ ഓണർ ആണ്. ഒരു 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇദ്ദേഹത്തിന്റെ ധൈര്യവും വിടാതെ നോക്കിയാൽ ശ്രമിച്ചതുകൊണ്ടാണ് ഇദ്ദേഹം നോക്കിയാൽ വലിയ നിലയ്ക്ക് എത്തിയത്. ആ സമയത്ത് ഇദ്ദേഹം ആണെങ്കിൽ മുരുകന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു, എന്റെ ഭാര്യ എനിക്ക് ശരിയാമില്ല എന്ന്. എന്താ സംഭവം വെച്ചാൽ പണം വരുന്ന മുമ്പ് നോക്കിയവരുടെ നല്ല സ്നേഹത്തിലായിരിക്കും. പക്ഷെ പണം വന്നതിന് ശേഷം ഇവൾക്കാണെങ്കിൽ അവന്റെ മോൾ ഡൗട്ട് ആകും. ആ സമയത്ത് ഇദ്ദേഹം നോക്കി പെട്ടെന്ന് പോയി ഭാര്യന്റെ അടുത്ത് ഒരു പുതിയ ടെക്സ്റ്റൈൽ തുടങ്ങാൻ പോലും പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ വൈഫ് ആണെങ്കിൽ അവിടെ കുറെ ഗേൾസിനെ വെക്കണം, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാൻ പറയും. പക്ഷെ ഇദ്ദേഹം തുടങ്ങിയതും ഇദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ വന്നിട്ട് അവിടെ ഒരു ചന്തോൾ പെണ്ണിനെ കണ്ടിട്ട് നിന്റെ ഭർത്താവിനെ